യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്ത് ചെയ്യാൻ പറ്റൂന്ന് ഞാനൊന്ന് നോക്കട്ടെ. വരട്ടെ സാറേ. ഡോക്ടർ, ഞാൻ SP കിരൺ. അകത്ത് കിടക്കുന്നത് മനസ്സിലായി. സാർ ഇരിക്കൂ. കമ്മീഷണർ സാറിനിപ്പോ സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അഡ്മിറ്റ് ആയ സമയത്ത് പുള്ളി വല്ലാതെ ഇൻട്രോസിക്കേറ്റഡ് ആയിരുന്നു. വല്ലാതെ ബഹളം ഉണ്ടാക്കിയിരുന്നു. രീതി കണ്ടപ്പോ സംശയം തോന്നി. ബ്ലഡ് സാമ്പിൾ ഞങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കാറിൽ പരിശോധിക്കാൻ ഞാൻ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. അതിൽ നിന്നും മനസ്സിലായി ഡോക്ടർ, അവര് പറഞ്ഞിരുന്നു. കാറിൽ നിന്നും ചില പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതും നിങ്ങളുടെ ആളുകൾ പരിശോധിച്ച് കണ്ടെടുത്തതാണ്. എന്താ കാര്യം? അതൊരു പ്രിസ്ക്രിപ്ഷനാണ്. പിന്നെ ഒരു മെഡിക്കൽ റിപ്പോർട്ടും. പ്രശാന്തി മെന്റൽ അസൈലത്തിലെ ഡോക്ടർ കൃഷ്ണകുമാറിന്റേതാണ് പ്രിസ്ക്രിപ്ഷൻ. അതേ ഹോസ്പിറ്റലിലെ മെഡിക്കൽ റിപ്പോർട്ടും. എന്തോ കൗൺസിലിങ്ങിനോ മറ്റോ ആയി. പുള്ളിക്കാരെ ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ടെന്ന് കേട്ടിരുന്നു. കൗൺസിലിങ്ങും കൺസൾട്ടിങ്ങും ഒന്നുമല്ല. പുള്ളി അവിടെ കാലങ്ങളായി ചികിത്സയിലുമാണ്. ചില സമയത്ത് ദീർഘകാലം കിടന്ന ചികിത്സയും ഉണ്ടായിരുന്നു. സാറിനറിയാലോ, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഒരാളെ ഫോഴ്സിൽ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് റിപ്പോർട്ട് ദിസ്. അതെ ഡോക്ടർ, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടായ മീഡിയ അറിയും. അത് ഫോഴ്സിന് വല്ലാത്തൊരു നാണക്കേടാവും. ഇങ്ങനെ ഒരാളെ സേനയിൽ നിലനിർത്തുന്നത് ശരിയല്ലെന്നല്ലേ ഉള്ളൂ. അത് ഡിപ്പാർട്ട്മെന്റ് വഴി ഞാൻ തന്നെ ചെയ്തോളാം. എനിക്ക് ഡോക്ടറുടെ കൃത്യമായ റിപ്പോർട്ട് മാത്രം മതി. ശരി. താങ്ക് യു ഡോക്ടർ. അപ്പോ ഇത്തവണ കമ്മീഷണർ നമ്മുടെ വലയിലായി അല്ലേ?